Okay, good morning to all. ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സ്ക്രീനുകൾ കാണുന്നുണ്ടോ? പ്രസന്റേഷൻ കാണുന്നുണ്ടോ? ഹലോ ഹലോ, എല്ലാവരും കാണുന്നില്ല പ്രസന്റേഷൻ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ നമ്മൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് നോക്കുന്നത് അല്ലേ? പ്ലാസ്റ്റിക് ഡിഫോർമേഷന്റെ 2 ടൈപ്സ് ഉണ്ടെന്ന് അറിയാം. എന്തൊക്കെയാണ്? സ്ലിപ്പും ട്വിന്നിങ്ങും. ഒരു കാര്യം എല്ലാവരും ചെയ്യണം. എല്ലാവരും ഒന്ന് ഇന്നൊന്ന് എല്ലാവരും പോയിട്ട് ഒരു ബുക്കും ഒരു പെന്നും എല്ലാവരും എടുത്ത് വെക്കണം. ഒന്ന് എടുത്തിട്ട് വരണം എല്ലാവരും വന്നിട്ട് പറയാം. ബുക്കും പെന്നും നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അല്ല, നിങ്ങൾ ചെയ്യാനുണ്ട് കുറച്ച് പ്രോബ്ലംസ് എല്ലാവരും ടീച്ചേഴ്സിലൊക്കെ. അപ്പൊ ഞാനിതിന്റെ ക്ലാസ്സിന്റെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ പ്രോബ്ലം തരുന്നുണ്ട്, നിങ്ങളത് ചെയ്യണം. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിന് ശേഷം. അപ്പൊ എല്ലാവരും ഒരു പെന്നും പേപ്പറോ വൈറ്റ് പേപ്പറോ ബുക്കോ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് സ്ലിപ്പായിരുന്നു അല്ലെ? സ്ലിപ്പ് നമ്മൾ പറഞ്ഞു, സ്ലിപ്പ് ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് അല്ലെ? അപ്പോൾ സ്ലിപ്പ് ഉണ്ടാകുന്നത് ഷിയർ ഫോഴ്സ് കാരണമാണെന്ന് പറഞ്ഞു. So under the influence of the shear force, what happens? Atoms move related to each other on certain planes from one position of equilibrium to another position. അപ്പോൾ ഇത് പുതിയ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള ഗ്രാജുവൽ മൂവ്മെന്റ് ഓഫ് ആറ്റംസ്, അതിനാണ് നമ്മൾ അതുപോലെ ഗ്രാജുവൽ സ്ലിപ്പ് ഓഫ് ആറ്റംസ്, അല്ലെങ്കിൽ ഒരു ലെയർ ഓഫ് ഒരു പ്ലെയിൻ, ഒരു ലെയർ ഓഫ് ആറ്റംസ് പോലെ സ്ലിപ്പ് ചെയ്ത് പോകുന്നത്, അതിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലിപ്പ് ചെയ്ത് പോകുന്ന പ്ലെയിൻ സ്ലിപ്പ് പ്ലെയിൻ എന്ന് പറയും. സ്ലിപ്പ് ചെയ്ത് പോകുന്ന ഡയറക്ഷൻ നമ്മൾ സ്ലിപ്പ് ഡയറക്ഷൻ പറയും. അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ നോക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞ പോലെ എ ബി എന്നുള്ള 2 ആറ്റംസ് അത് സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ട്. സി ഡി ഇ എഫ് എന്നുള്ള വേറൊരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് അതിന്റെ താഴത്തെ പ്ലെയിനിൽ. അപ്പൊ ഈ 2 ഗ്രൂപ്പ് ഓഫ് ആറ്റംസിന്റെ മിഡിലായിട്ടുള്ള ഒരു പ്ലെയിനിലാണ് മുകളിലത്തെ പ്ലെയിനിലെ ആറ്റം സ്ലിപ്പ് ചെയ്യുന്നത് അല്ലെ? സ്ലിപ്പ് ചെയ്ത് പോയി ആദ്യം സി ആൻഡ് ഡിന്റെ വാല്യൂന്റെ ഇടയിലാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഇറ്റ് മൂവ്സ് ടു in between the value of B and D. Likewise, all the row of atoms in that plane will move in that direction. So the direction in which the atoms move is called the slip direction, and the plane on which it moves is called the slip plane. So slip ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ സ്ലിപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മോസ്റ്റ് ഫേവറബിൾ ആയ കുറെ സ്ലിപ്പ് പ്ലെയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ സ്ട്രക്ചറിലും ഓരോ പ്ലെയിൻസ് ആണ് നമുക്ക് സ്ലൈഡിൽ കാണാം. അപ്പോൾ ആ ഒരു പ്ലെയിനാണ് സ്ലിപ്പ് ഉണ്ടാവാനുള്ള ഏറ്റവും ഫേവറബിൾ ആയ കണ്ടീഷൻ. അത് നമ്മൾ ഇന്നലെ നോക്കിയിരുന്നു. അതായത് സ്ലിപ്പ് ഏതെങ്കിലും ഒരു ആർബിട്രറി ഡയറക്ഷനിലോ ആർബിട്രറി പ്ലെയിനിലോ അല്ല ഉണ്ടാകുന്നത്. അത് സർട്ടൈൻ ആയ ഡയറക്ഷൻ ഉണ്ട്. അതിൽ കേസിൽ 111 പ്ലെയിനാണ് സ്ലിപ്പ് ഉണ്ടാവുന്ന ചാൻസ്. അറ്റോമിക് ഡെൻസിറ്റി കൂടിയ പ്ലെയിനാണ് കറസ്പോണ്ടിങ് ഡയറക്ഷൻ അതിനെ തൊട്ടപ്പുറത്ത് സ്ലിപ്പ് പോലെ തന്നെ വേറെ ടൈപ്പ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് ട്വിന്നിങ് എന്ന് പറയുന്നത്. സ്ലിപ്പ് ആൻഡ് ട്വിന്നിങ് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്ലിപ്പ് ആൻഡ് ട്വിന്നിങ്, അല്ലെങ്കിൽ വാട്ട് ഈസ് സ്ലിപ്പ് ആൻഡ് വാട്ട് ഈസ് ട്വിന്നിങ്, what are different modes of plastic deformation തുടങ്ങിയ ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. എന്താണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ബൈ ട്വിന്നിങ്? ഇൻ സർട്ടൻ മെറ്റീരിയൽ when a shear stress is applied, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ഏത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആയാലും അത് ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആണ്. So the reason for plastic deformation is shear force. അപ്പോൾ ഒരു ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഡിഫോം ചെയ്യുന്നത്. സ്ലിപ്പായാലും ശരി ട്വിന്നിങ് ആയാലും ശരി അതുണ്ടാവും ഒരു ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ. In certain materials, when shear stress is applied, planes of atoms in lattice move parallel to a specific plane, so that the lattice divides into 2 symmetrical parts which are differently ordered. This phenomenon is known as twinning. അപ്പോൾ അതിന്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഇതിന്റെ മുമ്പ് ഇതിന്റെ സ്ലിപ്പിന്റെ ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സ്ലിപ്പിന്റെ 2 ഫിഗർ കാണിക്കുന്നത്.
സ്ലൈഡ് കാണുന്നുണ്ടോ? രണ്ട് സ്ലിപ്പും ട്വിന്നിങ് കാണിക്കുന്ന ഫിഗറിൽ സ്ലൈഡ് കാണുന്നുണ്ടോ? ഇതിൽ നോക്കിയ സ്ലിപ്പിന്റെ കേസാണ് ആദ്യം കാണിക്കുന്നത്. സ്ലിപ്പ് ഞാൻ പറഞ്ഞു ഒരു ഡെക്ക് ഓഫ് കാർഡ് നമ്മൾ വശത്തുനിന്ന് തള്ളുമ്പോൾ ഉണ്ടാകുന്ന മൂവ്മെന്റ് ഉണ്ടല്ലോ, സിമിലർ ആയിട്ടാണ് സ്ലിപ്പിനുള്ള ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കുന്നത്. ട്വിന്നിങ് പക്ഷെ സംഭവിക്കുന്നത് നോക്കിയാൽ സെക്കൻഡ് ഫിഗർ നോക്കിയാൽ ട്വിന്നിങ് സംഭവിക്കുന്നത്. ട്വിന്നിങ് സംഭവിക്കുമ്പോൾ ഒരു പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ടു അതർ പ്ലെയിൻ മൂവ് ചെയ്യാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊരു മെയിൻ വ്യത്യാസം നമുക്ക് ഫിഗറിൽ കാണാം. സ്ലിപ്പിന്റെ കേസിൽ അറ്റോമിക്കിന്റെ ഓറിയന്റേഷൻ മാറുന്നില്ല, അല്ലെ? സ്ലിപ്പ് ചെയ്ത ഒരു പ്ലെയിൻ ആണ് ഈ ഡയറക്ഷനിലേക്ക്, അല്ലെ, ഈ ആരോ കാണുന്ന ഡയറക്ഷനിലേക്ക്. അവിടെ ആറ്റംസിന്റെ ഓറിയന്റേഷൻ മാറിയിട്ടില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്വിന്നിങ്, അല്ലെ, ട്വിന്നിങ് ചെയ്ത ഡയറക്ഷൻ കാണിക്കുന്നത് ഇത്രയും ഭാഗത്തെ ആ പ്ലെയിനിലാണ് ട്വിന്നിങ് ഉണ്ടാകുന്നത്, ആ റീജിയൻ ഓഫ് ട്വിന്നിങ്. അപ്പൊ ആ റീജിയൻ ഓഫ് ട്വിന്നിങ്ങിൽ നോക്കിയാൽ ഓറിയന്റേഷൻ ഈസ് ചേഞ്ച്ഡ്. ഓക്കെ, അപ്പൊ അതൊരു മേജർ ഡിഫറൻസ് ആണ് ഇത് രണ്ടും തമ്മിലുള്ള. ഇപ്പോ നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന ഫിഗർ ആണ് ട്വിന്നിങ്ങിന്റെ. ഇപ്പൊ ബിറ്റ്വീൻ ആയിട്ട് കാണുന്ന ഒരു വിഡ്ത്ത് ഓഫ് റീജിയൻ ആണ് ട്വിന്നിങ് റീജിയൻ. ഓക്കെ, അപ്പൊ എപ്പോഴും ഈ രണ്ട് റീജിയനും, ട്വിൻ റീജിയനും മറ്റേ ഓൾറെഡി ഫസ്റ്റ് റീജിയനും തമ്മിൽ ഒരു മിറർ ഇമേജ് ആയിരിക്കും ഉണ്ടാവുന്നത്, സിമെട്രിക്കൽ മിറർ ഇമേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, the planes parallel to which atomic movement has taken place are known as twinning planes. ആ രണ്ട് പ്ലെയിനെ നമ്മൾ ട്വിന്നിങ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ ഉള്ള റീജിയനെ നമ്മൾ ട്വിൻഡ് റീജിയൻ എന്ന് പറയും. ഓക്കെ, ഇത് ട്വിന്നിങ് എപ്പോഴും സഡൻ ആക്ഷൻ, ട്വിന്നിങ് സഡൻ ഫിനോമിനൻ, ഇറ്റ് ഈസ് ഓൾവേസ് അക്കംപനീഡ് ബൈ സൗണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ടിന്ന്, അല്ലെ, ടിന്നിലെ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ പറയുന്നത് ടിൻ ഉണ്ടാക്കുന്നത്, അല്ലെ. ടിന്നിലെ മെറ്റീരിയൽ നമ്മൾ ക്രഷ് ചെയ്യുമ്പോൾ നമുക്കൊരു സൗണ്ട് കേൾക്കാം. ടിന്ന് നമുക്കറിയാം, ടിന്ന് നമ്മൾ അല്ലെ ക്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സൗണ്ട് കേൾക്കാം. നമുക്കറിയാം എങ്ങനെയാണ് ടിന്നിന്റെ മെറ്റീരിയൽസ് ക്രഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പെപ്സി ബോട്ടിൽസ് ആയാലും അറിയാമല്ലോ നമുക്ക്. അത് ക്രഷ് ചെയ്യുമ്പോൾ കേൾക്കുന്ന ഒരു സൗണ്ട് ഇല്ല. ആ സൗണ്ട് ശരിക്കും ഉണ്ടാവുന്നത് ഈ ട്വിന്നിങ്ങിലുള്ള ഈ ആക്ഷൻ കാരണം. ഓക്കെ, അപ്പൊ ക്രൈ ഓഫ് ടിൻ ഈസ് ബിക്കോസ് ഓഫ് ദ ട്വിന്നിങ്. അപ്പൊ ട്വിന്നിങ്ങിലുള്ള പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉള്ളതുകൊണ്ടാണ് അത് ടിന്നിൽ സൗണ്ട് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഈ സ്ലിപ്പിന്റെ ഈ ഒരു കൃത്യമായിട്ട് മനസ്സിലാവും. ട്വിന്നിങ്ങിന്റെ 1 or 2 atomic distance അത്രയാണ് മൂവ് ചെയ്യുന്നത്, അത്രയും മൂവ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. പക്ഷെ നേരെ മറിച്ച് സ്ലിപ്പിന്റെ കേസിൽ അത്രയാണ് മൂവ്മെന്റ്. ട്വിന്നിങ്ങിന്റെ കേസിൽ ഫ്രാക്ഷൻ ഓഫ് അറ്റോമിക് ഡിസ്റ്റൻസ് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു ലെയർ ഓഫ് ആറ്റംസ് ആണ് അവിടെ മൂവ് ചെയ്യുന്നത്. Okay, both slip and twinning, the lattice is sheared. Shearing action കൊണ്ടാണ് രണ്ടും ഉണ്ടാകുന്നത്. In the case of slip, the deformation is uniformly distributed over a volume. Okay, സ്ലിപ്പിന്റെ കേസ് കാണാം, ലെയർ ബൈ ലെയർ ആയിട്ട് അത് മൂവ് ചെയ്യുന്നുണ്ട്. Okay, it is distributed over a volume rather than a localized on a discrete number of slip planes. But in the case of twinning, the atoms move only a fraction of an interatomic distance related to each other. ഓക്കെ, ട്വിന്നിങ്ങിന്റെ കേസിൽ അറിയാം, ജസ്റ്റ് ഒരു മൂവ്മെന്റ് മാത്രമാണുള്ളത്, എല്ലാ പ്ലെയിൻസും സ്ലൈഡ് ചെയ്ത് പോകുന്നില്ല, അല്ലെ. അപ്പോ സ്ലിപ്പിന്റെ കേസിൽ അത് 1 or 2 atomic distance, interatomic distance മൂവ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്വിന്നിങ് ഓൺലി ഫ്രാക്ഷൻ ഓഫ് interatomic distance മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. Again, the amount of movement of each plane of atom in the twinned region is proportional to its distance from the twinning plane, so that a mirror image is formed across the twin plane. Okay, അപ്പോൾ ഈ ട്വിൻ പ്ലെയിനിന്റെ അക്രോസ് ആയിട്ടുള്ള ആറ്റംസ്, അതായത് എമൗണ്ട് ഓഫ് മൂവ്മെന്റ് ഓഫ് ഈച്ച് പ്ലെയിൻ, ഈ രണ്ട് പ്ലെയിനിൽ ഉണ്ടാകുന്ന ആറ്റംസിന്റെ മൂവ്മെന്റ് അത് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് പ്ലെയിൻസും മിറർ ഇമേജ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അഗെയിൻ നമ്മളെ ക്യൂബിക് ക്രിസ്റ്റൽസിൽ, ക്യൂബിക് മെറ്റൽസിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് കാണുന്ന പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയുന്നത് സ്ലിപ്പാണ്. ഓക്കെ, HCP ക്രിസ്റ്റലാണ് നമ്മൾ ട്വിന്നിങ്ങിലുള്ള ഡിഫോർമേഷൻ കണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ക്യൂബിക് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ കൂടുതൽ ഇതിൽ പഠിക്കുന്നത്, നമ്മൾ കൂടുതൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ക്യൂബിക് സ്ട്രക്ചേഴ്സിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സ്ലിപ്പാണ്, സ്ലിപ്പ്. ബട്ട് HCP ക്രിസ്റ്റൽസിൽ കണ്ടുവരുന്നതാണ് ട്വിന്നിങ്. ഓക്കെ, അപ്പോ ട്വിന്നിങ്ങും സ്ലിപ്പുമാണ് രണ്ടും കാണിച്ചിട്ടുണ്ട്, സ്ലിപ്പ് ആൻഡ് ട്വിന്നിങ് കാണിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോ സ്ലിപ്പിന്റെ കേസിൽ അത് നമുക്ക് അവിടെ കാണാം, അത് ഡിസ്ക്രീറ്റ് നമ്പർ ഓഫ് സ്ലിപ്പ് പ്ലെയിൻസിലാണ് അവിടെ ഉള്ളത്.
ഓക്കെ, ഇനി ഒരു കമ്പാരിസൺ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാമോ ഇതിൽ സ്ലിപ്പ് ആൻഡ് ട്വിന്നിങ്ങിന് കമ്പയർ ചെയ്തു സ്ലിപ്പ് ആൻഡ് അപ്പൊ ജസ്റ്റ് നോക്കാം. സ്ലിപ്പ് ഇൻവോൾവ്സ് സ്ലൈഡിംഗ് മൂവ്മെന്റ് ഓഫ് ആറ്റംസ് ഓൺ സ്ലിപ്പ് പ്ലെയിൻസ്, ബട്ട് ഇൻ ട്വിന്നിങ് ഇൻവോൾവ്സ് displacing movement of atoms related to each other on many planes. അല്ലെ, സ്ലിപ്പിൽ ഓരോ ആറ്റംസ് അല്ലെങ്കിൽ ഓരോ ലെയറിലെ ആറ്റംസും സ്ലിപ്പ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് പോകുന്നതാണ് സ്ലിപ്പ് സംഭവിക്കുന്നതെങ്കിൽ ട്വിന്നിങ് അങ്ങനെയല്ല. ട്വിന്നിങ് ഒരുപാട് പ്ലെയിൻസിന്റെ ആറ്റംസ് മൂവ് ചെയ്തിട്ട് അല്ലെ അതിന്റെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാൻ ചെയ്യുന്നത്. ഞാനിപ്പോ കാണിച്ച ഫിഗർ ഉള്ളതുപോലെ സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ സ്ലിപ്പിന്റെ കേസിൽ അറ്റോമിക് ഓറിയന്റേഷനിൽ ചേഞ്ച് ഇല്ല. നോ ചേഞ്ച് ദ ഓറിയന്റേഷൻ ഓഫ് അറ്റോമിക് ഓർഡർ. In the case of twinning, there is a change in the orientation. Okay, orientation on either side of the twinning planes are different because twinning region is the mirror image of the original lattice. അതുപോലെ തന്നെ slip in slip, atomic movements are one or more atomic spacing. അതായത് one or two atomic spacing ആണ് അതിന്റെ ഡിസ്റ്റൻസ് മൂവ്മെന്റ് സ്ലിപ്പിന്റെ അത്രയും ദൂരത്തേക്ക് സ്ലിപ്പ് ചെയ്യും. But in the case of twinning, it is only a fraction of atomic spacing, less than one. Fraction മാത്രമേ twinning കേസിൽ മൂവ്മെന്റ് ഉള്ളൂ. If you are looking through a microscope, slip appears as thin lines, but in the case of twinning, it appears as a broad of lines of bands. Okay. Again, slip is initiated even at lower stress values. Slip ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. Twinning requires higher stress. The minimum value of stress called critical shear stress is required for slip to take place. For twinning, there is no such minimum value. Okay. So slip ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു മിനിമം ലിമിറ്റ് ഉണ്ട്. അതിനുശേഷം മാത്രമേ സ്ലിപ്പ് ഉണ്ടാവത്തുള്ളൂ. But it is not the case in the case of twinning. And slip it is observed in all types of crystal lattices. Twinning is more significant in HCP crystals. Cubic crystals is our slip ആണ് കണ്ടുവരുന്നത്. Studs formed by slips are visible only on the surface. These studs are removed by polishing. No evidence remains. അപ്പോൾ സ്ലിപ്പിന്റെ കേസിലും ട്വിന്നിങ്ങിന്റെ കേസിലും നമുക്കറിയാം, എൻ്റെ ആ ക്രിസ്റ്റൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റെപ്സ് കാണാൻ വേണ്ടി പറ്റുന്നു. അല്ലെ, ഇവിടെ നോക്കിയാൽ സ്ലിപ്പിന്റെ കേസ് നോക്കിയാൽ ഒരു ഇപ്പോൾ നോക്കാം 1 2 3 4 സ്റ്റെപ്സ് ഉണ്ട്. അല്ലെ, ട്വിന്നിങ്ങിന്റെ കേസിൽ 2 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഒറിജിനൽ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് കാണിക്കുന്നത്. ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിന്റെ സർഫസ് നമ്മൾ പോളിഷ് ചെയ്തു. കാരണം ആ സർഫസിലും അതിന്റെ ആ മൂവ്മെന്റിന്റെ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻസ് കാണാൻ വേണ്ടി പറ്റും. നമ്മളത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റാൻ വേണ്ടി പറ്റും സ്ലിപ്പിന്റെ കേസ്. കാരണം സ്ലിപ്പിന്റെ കേസിൽ ഓറിയന്റേഷൻ നോ ചേഞ്ച് ഇൻ ദ ഓറിയന്റേഷൻ ഓഫ് ദ ആറ്റം. ബട്ട് ട്വിന്നിങ്ങിന്റെ കേസിൽ നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാലും അത് മാറില്ല. കാരണം വെച്ചാൽ ദ ആറ്റംസ് ആർ ഓറിയന്റഡ്. അപ്പോൾ നമ്മൾ എത്ര പോളിഷ് ചെയ്ത് കഴിഞ്ഞാലും ഓൾറെഡി അത് ഇന്റേണലി അത് atoms orientation change ചെയ്തിട്ടുണ്ട്. So since there is a difference in lattice orientation, removal of steps will not destroy the evidence. That's the main reason. Slip lines may be present in even or odd numbers, but thin lines always occur in pairs. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻറ്റ് കമ്പാരിസൺസ്. ടെസ്റ്റിൽ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ ഡിഫറൻസ് ഇനിയും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊന്ന് റെഫർ ചെയ്യാം. ഞാൻ ഒരു ടെസ്റ്റിന്റെ PDF നിങ്ങളെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. കാലിസ്റ്ററിന്റെ അതാണ് നിങ്ങളെ മെയിനായിട്ടുള്ള ടെസ്റ്റ്. പക്ഷെ അതിൽ എല്ലാ ടോപ്പിക്കും ഇല്ല. അതിൽ നിങ്ങൾ സിലബസ് വെച്ച് സെലക്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. ഞാൻ അന്ന് നിങ്ങൾക്ക് തന്നൊരു ലിങ്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഒരു ക്യാപ്സ്യൂൾ ടെസ്റ്റ് ആണ്. നിങ്ങളെ ഈ സിലബസുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ടെസ്റ്റ് ആണ്. അതിന്റെ PDF കിട്ടിയില്ല. PDF കിട്ടിയാൽ ഞാനത് ഫോർവേഡ് ചെയ്യാം. ഇല്ലെങ്കിൽ അതിന്റെ ഒരു PDF ആക്കിയിട്ട് ഞാനത് നിങ്ങൾക്ക് ക്ലാസ് റൂമിലേക്ക് ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ വീഡിയോസ് എല്ലാം ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ അസൈൻമെന്റ് ക്ലാസ് റൂമിൽ തരുന്നതാണ്. എല്ലാവരും ഇപ്പോൾ ജോയിൻ ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് ഇപ്പൊ പോയിട്ട് ഒരു ബുക്കോ ഒരു വൈറ്റ് പേപ്പർ, 1-2 വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്ക് ആൻഡ് പെൻ, ഇത്രയും കാര്യങ്ങളൊന്ന് എടുത്ത് റെഡിയാക്കി വെക്കുക. അടുത്ത ടോപ്പിക്കാണ് സ്മിത്സ് ലോ ആൻഡ് ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ്. എല്ലാവരും ബുക്കും ഒരു പെന്നും റെഡിയാക്കി വെക്കുക. Next one is Smith's law and critical resolved shear stress. അപ്പോൾ ഇത് വരുന്നത് സ്ലിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. റിലേറ്റഡ് ടു സ്ലിപ്പ്. Smith's law and critical resolved shear stress related to slip.
സ്ലിപ്പ് പറയുമ്പോൾ നമ്മൾ നോക്കി ഒരു മിനിമം എമൗണ്ട് ഓഫ് ഷിയർ സ്ട്രെസ് വേണം സ്ലിപ്പ് ഹാപ്പൻ ചെയ്യാൻ, ഒരു ക്രിട്ടിക്കൽ ഷിയർ സ്ട്രെസ്. അപ്പോൾ അവിടെയാണ് ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ് വരുന്നത്. The shear stress required to produce slip on a crystal plane is called the critical resolved shear stress. Important ആണ് ഇത് രണ്ടും. Shear stress required to produce slip on a crystal plane is called critical resolved shear stress. Even if a specimen is subjected to tensile or compressive stresses, the material fails due to the induced shear stress along the shear plane. അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. എക്സാമ്പിൾ നമ്മളെന്താണ്, ഇപ്പോൾ അതൊരു ക്രിസ്റ്റൽ, അതായത് കൺസിഡർ വൺ സിംഗിൾ ക്രിസ്റ്റൽ ഓഫ് മെറ്റൽ ലൈക്ക് ഷോൺ ഹിയർ ഹാവിംഗ് എ ഷേപ്പ് ഓഫ് സിലിണ്ടർ, അല്ലെ, സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഒരു ക്രിസ്റ്റലാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഈ ഫിഗറിൽ കാണിക്കുന്നത്. ഇൻ ദാറ്റ് വി ആർ അപ്ലൈയിങ് എ ടെൻസൈൽ ഫോഴ്സ് എഫ്, രണ്ട് ഡയറക്ഷനിലേക്ക് എഫ് കാണിക്കുന്നു. ഓക്കെ, and alpha is the angle between slip direction and the applied force. Okay, അപ്പൊ നോക്കിയേ ഇവിടെ നോക്കിയേ, ഈ തന്നിരിക്കുന്ന ക്രിസ്റ്റലിന്റെ ക്രോസ് സെക്ഷൻ A0 ആണ്, അല്ലെ. ഇവിടെ കാണാം തന്നിരിക്കുന്ന ക്രിസ്റ്റലിന്റെ ക്രോസ് സെക്ഷൻ A0 ആണ്, ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ A0. അപ്പൊ അതിൽ വേറൊരു പ്ലെയിൻ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ കാണിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദ പ്ലെയിൻ വേർ സ്ലിപ്പ് ഈസ് ഹാപ്പനിങ്, സോ ഇറ്റ് ഈസ് കോൾഡ് സ്ലിപ്പ് പ്ലെയിൻ. ഓക്കെ, അപ്പൊ ആ സ്ലിപ്പ് പ്ലെയിൻ ആ ഡയറക്ഷനിലേക്കാണ് ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ആ ഡയറക്ഷനിലേക്കാണ് സ്ലിപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ അപ്പോ ഇപ്പൊ ഈ ഇൻക്ലൈൻ ചെയ്ത സ്ലിപ്പ് പ്ലെയിന്റെ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിനൽ ഏരിയ നമുക്ക് അങ്ങനെ എഴുതാം. ന്യൂ ഏരിയ A is equal to A0 by cos theta, ബിക്കോസ് ഇവിടെ ഒരു നോർമൽ ടു സ്ലിപ്പ് പ്ലെയിൻ കാണിക്കുന്നത്, അല്ലെ. ഈ സ്ലിപ്പ് പ്ലെയിന്റെ നോർമൽ, അല്ലെ, നമ്മൾ ആദ്യത്തെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നതാണ്, അതിന് നോർമൽ ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോഴത്തെ സ്ലിപ്പ് പ്ലെയിന് നോർമൽ ആയിട്ട് നമുക്ക് ഇവിടെ നോർമൽ ടു സ്ലിപ്പ് പ്ലെയിൻ കാണിക്കുന്നുണ്ട്. നോർമൽ വിൽ normal and the angle between that normal to slip plane and the applied force is beta. Okay, but alpha is the angle between the this slip plane, slip direction and the applied force. So അത് നമ്മൾ ഇത് റിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും the new slip plane area is equal to A0 by cos beta, where A0 is the original area of cross section of a cylindrical cell, a cylindrical crystal. Okay, again that force F is going through, F apply ചെയ്യുന്നുണ്ട്, slip plane മോളിൽ കൂടിയാണ് F apply ചെയ്യുന്നത്. Again we can resolve that F into two. One in the direction of shear. So shear happen ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? shear stress ആ പ്ലെയിനിന്റെ മുകളിലാണ് shear ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് സ്ലിപ്പ് ഉണ്ടാവുന്നത്. So that force can be resolved into two, one in the normal direction and one in the parallel direction. So that applied in the parallel direction, F r equal to F cos alpha. അതാണ് സ്ലിപ്പ് ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സ്, F r equal to F cos alpha. അപ്പോൾ ആൽഫ എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ സെക്കൻഡ് ഇമേജിൽ കാണിക്കുന്നുണ്ട് സ്ലിപ്പ് ഉണ്ടാവുന്നത്, അല്ലെ, ഇങ്ങനെയാ സ്ലിപ്പ് ഉണ്ടാവുന്നത്. ആ ഏരിയ ആണ് ഫസ്റ്റ് ഇമേജിൽ സ്ലിപ്പ് ലൈൻ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, so if is the force acting on this cylindrical crystal, normal stress acting on the bar will be sigma x is equal to F by A, അല്ലെ. നോർമൽ സ്ട്രെസ് എത്രയാണ് നമ്മൾ എംഒഎസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതറിയാം, ബേസിക്സ് ആണ്. സിഗ്മ ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ഫോഴ്സ് പെർ ഏരിയ ഇനീഷ്യൽ ഏരിയ A0 ആണ്, അല്ലെ. അപ്പൊ ആ സിലിണ്ടറിന്റെ മുകളിലെ സ്ട്രെസ് പറയുന്നത് F by A0 ആണ്. ഓക്കെ, അപ്പോൾ സെയിം ഫിഗർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Now the resolved shear stress along the slip direction can be written as, ഇപ്പൊ നമുക്ക് resolved shear stress ആണ്, നമ്മൾ shear force ആണ് ആ ഡയറക്ഷനിലേക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിന്റെ resolved shear stress കണ്ടുപിടിക്കണം, അതായത് tau കണ്ടുപിടിക്കണം, tau in the direction, tau r കണ്ടുപിടിക്കണം. ഓക്കെ, tau resolved, tau r നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം the slip plane inclined to the direction of force is having an area A, where A equal to A0 by cos beta, അല്ലെ. കാരണം ആ ഒരു ഏരിയ ഇനീഷ്യൽ ഏരിയ വെച്ച് നമുക്ക് അങ്ങനെ പറയാം A0 by cos beta എന്ന് പറയാം. ബീറ്റ is angle between the direction of force and the normal to the slip plane. Okay, if the slip direction on the plane A is making an angle alpha with the direction of the applied force, then the shear stress on the plane along the slip direction will be tau r is equal to F cos alpha by A, അതായത് Fr by A, അല്ലെ. Tau is equal to that force in the shear direction divided by A ആണ്. Force in the shear direction എന്താണ്? F cos alpha ആണ്. A എന്ന് വെച്ചാലോ നമ്മുടെ പുതിയ A, അല്ലെ, നമ്മുടെ പുതിയ പ്ലെയിനിന്റെ ആ പുതിയ പ്ലെയിനിന്റെ മുകളിലാണ് നമ്മുടെ ഈ ഷിയർ ഫോഴ്സ് ഉള്ളത്. അപ്പോൾ അതിന്റെ മുകളിലാണ് ഷിയർ ഫോഴ്സ്
ഡിവൈഡഡ് ബൈ അതിന്റെ ഏരിയ. അതാണ് എഫ് ആർ, എഫ് സഫിക്സ് ആർ ബൈ എ. എഫ് ആർ ഇസ് ഈക്വൽ ടു എഫ് കോസ് ആൽഫ ആണ്, എ ഈക്വൽ ടു എ സീറോ ബൈ കോസ് ബീറ്റ ആണ്. ഫർദർ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടും എന്താണ് എഫ് ബൈ എ സീറോ ഇൻറ്റു കോസ് ആൽഫ കോസ് ബീറ്റ, ഓർ എഫ് ബൈ എ സീറോ ഈസ് സിഗ്മ എക്സ്, ടെൻസൈൽ സ്ട്രെസ് ആണത്, സിഗ്മ എക്സ് ഇൻറ്റു കോസ് ആൽഫ കോസ് ബീറ്റ ആണ്. ഓക്കെ, മാക്സിമം വാല്യൂ വൺ ബൈ ആൽഫ ഇസ്ക്വൽ ടു 45 ഡിഗ്രി അല്ലെ. കോസ് ആൽഫിന് വാല്യൂ ഇവിടെ നമുക്ക് ആൽഫ ഇസ്ക്വൽ ടു ഏത് വാല്യൂലാണ് എഴുതുക, മാക്സിമം വാല്യൂ ആൽഫ ഇസ്ക്വൽ 45 ആകുമ്പോൾ സിഗ്മ എക്സ് ബൈ 2 എന്ന് കിട്ടും. ആൽഫന്റെ വാല്യൂ 90 ആകുമ്പോൾ സംഭവിക്കുക, ആൽഫന്റെ വാല്യൂ 90 ആകുമ്പോൾ സംഭവിക്കുന്നത് ആൽഫ ബീറ്റ ഇസിക്കൽ ടു 90, നമുക്ക് രണ്ടും നോക്കാം. ബീറ്റ ഇസിക്കൽ ടു 90 എന്താ സംഭവിക്കുക, cos 90 0 എന്ന് വരും. സ്ലിപ്പ് ലൈൻ becomes parallel to applied force, that is cos beta equal to 0 എന്ന് വരും. So there is no shear component. അപ്പോൾ ബീറ്റ ഈക്വൽ ടു 90 ആയാലും നിങ്ങൾ അവിടുത്തെ ഫിഗർ നോക്കുക, ബീറ്റ ഈക്വൽ ടു 90 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ നമ്മൾ പറയുന്ന സ്ലിപ്പ് ലൈൻ എന്ത് വരും, അത് പാരലായിട്ട് വരും അല്ലെ അപ്ലൈഡ് ഫോഴ്സിന്. അപ്പോൾ അവിടെ ഷിയർ ഉണ്ടാകുന്നത് 0 ആണ്, അല്ലെങ്കിൽ സ്ലിപ്പ് ഉണ്ടാവുന്നില്ല. When alpha equal to 90 degree ആയാലോ applied force is perpendicular to the slip direction, so cos alpha equal to 0. So again no shear, no slip. Okay. The critical result shear stress tau CR. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചതാണ് ആ സ്ലിപ്പ് ലൈനിന്റെ മുകളിലുള്ള, അതായത് സ്ലിപ്പ് ലൈനിന്റെ മുകളിൽ കൂടി ആക്ട് ചെയ്യുന്ന ഷിയർ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഷിയർ സ്ട്രെസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്, tau ആണ്. അപ്പോൾ എന്താണ് ക്രിട്ടിക്കലി റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ്? The critically resolved shear stress tau CR is the shear stress required to break enough metallic bonds in order to slip to occur. This means plastic deformation occurs only when the applied stress sigma produces a resolved shear stress tau R, which is equal to critical resolved shear stress. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഈ tau R ലെ ഷിയർ സ്ട്രെസ് എങ്ങനെ കിട്ടിയത്, നമ്മൾ ഒരു യൂണിയാക്സിയൽ ലോഡ് കൊടുക്കുമ്പോൾ ഉണ്ടായ സ്ട്രെസ് അല്ലെ, സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. ആ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്ലെയിനിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഈ ഷിയർ സ്ട്രെസ് കിട്ടുന്നുണ്ട്. tau R ആണ് ഷിയർ സ്ട്രെസ്. When tau R is equal to tau CR, then it is the most favorable condition for the slip. Tau CR ആണ് ഇവിടെ critical resolved shear stress. This value of shear stress is minimum value for a particular crystal to initiate slip along a slip plane. Okay. അപ്പോൾ ഈ സ്ലിപ്പ് ഉണ്ടാവുന്ന ഏറ്റവും മിനിമം വാല്യൂ ആണ് ഈ ക്രിട്ടിക്കലി റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ്. Okay, next topic ആണ് brittleness of these breakage or rupture occurs. Such materials are called ductile materials. അല്ലെ, ductile materials എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഗോൾഡ്, സിൽവർ, ഇതൊക്കെ ഡക്റ്റൈൽ ആണ്. നമുക്ക് അതിനൊക്കെ വലിച്ചു നിർത്താൻ വേണ്ടി പറ്റും അല്ലെ, നമുക്ക് ഈസിലി നമുക്ക് അതിനെ പ്ലാസ്റ്റിക് ഡിഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ശരിയല്ലേ, അത്തരത്തിൽ മെറ്റീരിയൽസ് ആണ് ഡക്റ്റൈൽ. സം മെറ്റീരിയൽസ് ആർ ബ്രിട്ടിൽ അല്ലെ. നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ഇത് നമ്മളൊരു സൂചി എടുത്തു കഴിഞ്ഞാൽ അല്ലെ, സൂചി എടുത്തു കഴിഞ്ഞാൽ അത് ഒടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. ശരിയല്ലേ, കാരണം അത് ബ്രിട്ടിലാണ്. ഇപ്പൊ ഗ്ലാസ് ഒക്കെ നമ്മുടെ ഗ്ലാസ് ഒക്കെ ബ്രിട്ടിലാണ്. സം മെറ്റീരിയൽ ബ്രേക്സ് അപ്പ് അബ്രപ്റ്റ്ലി വിത്ത് വെരി ലിറ്റിൽ ഓർ നോ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. അത് ഫർദർ ഡിഫോർമേഷൻ ഒന്നും സംഭവിക്കാതെ തന്നെ അത് ബ്രേക്ക് ചെയ്യും. അപ്പൊ അത്തരത്തിലെ മെറ്റീരിയൽസിനെ നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ നമ്മളിപ്പോ ഇവിടെ നോക്കിയ ഈ സ്ട്രക്ചേഴ്സ് BCC ആയാലും FCC ആയാലും FCC ആയാലും ഇതൊക്കെ ഏത് കാറ്റഗറിയിലേക്ക് വരുന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്ലിപ്പ് വെച്ചിട്ട് പറയണം. ഈ സ്ലിപ്പ് ആണല്ലോ ഇതിന്റെ ഈ മൂവ്മെന്റ് അല്ലെ, ഈ ഡിഫോർമേഷൻ ആണല്ലോ വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഏത് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് പ്ലാസ്റ്റിക്കില് പെട്ടെന്ന് തന്നെ ഡിഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡക്റ്റൈൽ എന്ന് പറയും. അത് ഡിഫോം ചെയ്യാതെ തന്നെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബ്രിട്ടിൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ സ്ലിപ്പിന്റെ കേസ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്ലിപ്പ് ഓഫ് ഈസിലി ഓൺ പ്ലെയിൻ ആൻഡ് ഇൻ ഡയറക്ഷൻസ് ഓഫ് മാക്സിമം അറ്റോമിക് ഡെൻസിറ്റി. അറ്റോമിക് ഡെൻസിറ്റി കൂടിയ ഡയറക്ഷനിൽ അല്ലെങ്കിൽ അറ്റോമിക് ഡെൻസിറ്റി കൂടിയ പ്ലെയിനിലാണ് എപ്പോഴും സ്ലിപ്പ് ഉണ്ടാവില്ല, സ്ലിപ്പ് ഉണ്ടാവുന്ന ടെൻഡൻസി ഉണ്ടാവില്ല. ഓക്കെ അല്ലെ, നേരത്തെ പറഞ്ഞു സ്ലിപ്പ് ഓഫ് ഇൻ സ്പെസിഫിക് ഹിസ്റ്റോഗ്രാഫിക് പ്ലെയിൻ ആൻഡ് ഡയറക്ഷൻ rather than arbitrary directions. Okay, so in crystalline materials dominant mode of plastic deformation is slip. Okay, slip ആണ് കൂടുതൽ ഉണ്ടാവുന്നത്, which is dependent on the available number of slip systems within the crystals.
നേരത്തെ പറഞ്ഞു, അതായത് ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിലും അല്ലെ കുറെ പ്ലെയിൻസ് ആൻഡ് ഡയറക്ഷൻസ് ഉണ്ട് അല്ലെ, സ്ലിപ്പ് ഉണ്ടാവാനുള്ള ഫേവർ ആയിട്ട് വരുന്ന ഒരുപാട് പ്ലെയിൻസ് ആൻഡ് ഡയറക്ഷൻസ് ഉണ്ട്. ആ പ്ലെയിൻസിലും ആ ഡയറക്ഷനിലും മാത്രമാണ് സ്ലിപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, സ്ലിപ്പ് ഓഫ് കോഴ്സ് ഈസിലി ഓൺ പ്ലെയിൻസ് ആൻഡ് ഡയറക്ഷൻസ് ഓഫ് മാക്സിമം അറ്റോമിക് ഡെൻസിറ്റി. അപ്പൊ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അറ്റോമിക് ഡെൻസിറ്റിയിൽ പ്ലെയിൻസ് ആൻഡ് ഡയറക്ഷനാണ് സ്ലിപ്പ് ഉണ്ടാവുന്നത്. Such planes and directions constitute easy slip systems or common slip systems. അപ്പൊ നമുക്ക് ഇപ്പോൾ ഓരോ സിസ്റ്റം സ്ട്രക്ചർ എടുത്താലും ഇതുപോലത്തെ കുറെ ഈസി സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ടാവും. അത് സ്ലിപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള കുറെ ക്രിസ്റ്റലോഗ്രാഫിക് പ്ലെയിൻസ് ആൻഡ് ഡയറക്ഷൻസ്. ഓക്കെ, നമ്പർ ഓഫ് സ്ലിപ്പ് സിസ്റ്റംസ് എത്രയാണ് നമുക്ക് ഓരോ ക്രിസ്റ്റലിലും നമുക്ക് കണ്ടുപിടിക്കാം. In the case of a FCC crystal എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 111 plane and 110 direction have maximum atomic density. FCCന്റെ കേസിൽ 111 plane അതുപോലെ 111 direction, 110 direction ഏറ്റവും കൂടുതൽ അറ്റോമിക് ഡെൻസിറ്റി ഉണ്ടാവുന്നത്. അപ്പോ ലൈക്വൈസ് they have in FCC there is 12 easy slip systems. ഇതുപോലത്തെ 12 easy slip systems അല്ലെങ്കിൽ 12 common slip systems ഉണ്ട് FCCന്റെ കേസിൽ. ഈ സ്ലിപ്പ് സിസ്റ്റംസ് ഒക്കെ ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോ ഒരു സ്ലിപ്പ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി അല്ലെ, ഇത് പോസിബിലിറ്റി കൂടുതലാണ്. ഹയർ പെർസെന്റേജ് ഓഫ് പോസിബിലിറ്റി ടു ഹാവ് എ സ്ലിപ്പ് ഇൻ FCC ക്രിസ്റ്റൽസ് അല്ലെ. കാരണം 12 ഈസി സ്ലിപ്പ് സിസ്റ്റംസ് ഉള്ളപ്പോൾ ഈസി സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ട്. പ്രത്യുഷ് ഇപ്പൊ ജോയിൻ ചെയ്തതാ? പ്രത്യുഷ് ഉണ്ടോ ഇവിടെ? പ്രത്യുഷ് അപ്പോ ഈസി അവൈലബിൾ അല്ലെങ്കിൽ ഈസി ഫേവറബിൾ അല്ലെങ്കിൽ സോറി മോസ്റ്റ് ഫേവറബിൾ അല്ലെങ്കിൽ ഈസി സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ട്. അതുപോലെ 12 ഈസി സ്ലിപ്പ് സിസ്റ്റംസ് ആണ് നമ്മുടെ FCCന്റെ കേസിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ FCC സ്ട്രക്ചേഴ്സ് എപ്പോഴും എന്തെങ്കിലും ഈ 12 അവൈലബിൾ സ്ലിപ്പ് സിസ്റ്റങ്ങളുണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഡിഫോം ചെയ്യേണ്ട ടെൻഡൻസി ഉണ്ടാകും. പെട്ടെന്ന് തന്നെ ഫേവറബിൾ കണ്ടീഷൻ കിട്ടും സ്ലിപ്പ് ഉണ്ടാവാൻ. അതുകൊണ്ട് തന്നെ FCC ക്രിസ്റ്റൽസ് എപ്പോഴും പെട്ടെന്ന് തന്നെ പ്ലാസ്റ്റിക്കിൽ ഡിഫോം ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ FCC സ്ട്രക്ചറിലെ ക്രിസ്റ്റൽസ് എല്ലാം ഡക്റ്റൈൽ ആയിരിക്കും. ഓക്കെ, FCC ക്രിസ്റ്റൽസിലെ FCC സ്ട്രക്ചറിലെ ക്രിസ്റ്റൽസ് എല്ലാം ഡക്റ്റൈൽ ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, വൈ ക്രിസ്റ്റൽസ് ഷോയിങ് FCC സ്ട്രക്ചേഴ്സ് ആർ ഡക്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടതാണ്. FCC ക്രിസ്റ്റലിന്റെ കേസിൽ എന്താണ് 12 ഈസി സ്ലിപ്പ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ 12 മോസ്റ്റ് ഫേവറബിൾ സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ 12 കോമൺ സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ഇൻ സ്പേസിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ പല സ്ഥലത്തായിട്ട്. സോ the chance to occur a slip is more in the case of a FCC crystal. So they have the tendency to plastically deform easily. So materials having FCC structures are ductile in nature. Okay, ഇത് FCCന്റെ കേസിൽ. അതുപോലെ തന്നെ BCC ക്രിസ്റ്റൽസ് എടുത്തു കഴിഞ്ഞാൽ BCC ക്രിസ്റ്റൽസിലും ഇതുപോലെ 12 ഈസി സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ 12 കോമൺ സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ട്. 110 പ്ലെയിനും 111 ഡയറക്ഷൻ BCCയിലെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള സ്ലിപ്പ് സിസ്റ്റമാണ്. ഇതുപോലത്തെ 12 ഈസി സ്ലിപ്പ് സിസ്റ്റംസ് BCCന്റെ കേസിലുണ്ട്. പക്ഷെ ഇവിടെ FCC ആയിട്ട് ഡിഫറൻസ് പറഞ്ഞാൽ in the case of BCC they have lesser atomic density when compared to the FCC plane. Atomic density കൂടിയ സ്ഥലത്താണ് എപ്പോഴും സ്ലിപ്പ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതൽ. ഓക്കെ, അപ്പോ BCCന്റെ കേസിലും FCCന്റെ കേസിലും 12 ഈസി സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ടെങ്കിലും BCCന്റെ കേസിലുള്ള അറ്റോമിക് ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ when compared to FCC structure. ഓക്കെ, അപ്പൊ അറ്റോമിക് ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയാ ഈ ഡിഫോർമേഷൻ ഉണ്ടാകുന്ന ടെൻഡൻസി FCCന്റെ അത്രയും ഉണ്ടാവില്ല. So we can tell that BCC crystals are less ductile when compared to the FCC crystals. Less ductile in the sense they are less plastic when compared to the FCC structure. ഇനി നമ്മൾ HCP എടുത്താലോ, hexagonal closed stack എടുത്തു കഴിഞ്ഞാലോ, HCP crystals the planes having maximum atomic density are base planes ആണ്, അതായത് 0001. നമ്മൾ HCP സ്ട്രക്ചറിന്റെ കേസിൽ മില്ലർ കേസിൽ 4 വാല്യൂസ് ഉണ്ടാവും. നമ്മൾ പക്ഷേ ക്യൂബിക് സിസ്റ്റത്തിന്റെ കേസിലാണ് നോക്കിയത്, അവിടെ 3 വാല്യൂസ് മാത്രമേ ഉള്ളൂ. HCPന്റെ കേസിൽ അതിന്റെ ബേസൽ പ്ലെയിൻസ് മാത്രമാണ് ഏറ്റവും ഫേവറബിൾ ആയുള്ള സ്ലിപ്പ് ഉണ്ടാവുന്ന പ്ലെയിൻസ് ഉള്ളത്. അതുപോലെ 3 കോമൺ സ്ലിപ്പ് പ്ലെയിൻസ് ആണ്, സ്ലിപ്പ് സിസ്റ്റംസ് ആണ് HCPന്റെ കേസിലെ. അതുപോലെ അല്ലെങ്കിൽ 3 ഈസി സ്ലിപ്പ് സിസ്റ്റംസ് ആണ് HCPന്റെ കേസിലെ. അതുകൊണ്ട് തന്നെ HCPന്റെ കേസിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാകുന്ന ടെൻഡൻസി കുറവായിരിക്കും
So normally HCP materials are brittle in nature. Okay. നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും FCC ഫേസ് സെന്റേഡ് ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉള്ള മെറ്റീരിയൽസ് എല്ലാം ഡക്റ്റൈൽ ആയിരിക്കും ഇൻ നേച്ചർ. ബട്ട് BCC ക്രിസ്റ്റൽസ് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ആണ്, അത് അത്ര ഡക്റ്റൈൽ അല്ല, ബ്രിട്ടിലും അല്ല. ലെസ് ഡക്റ്റൈൽ ദാൻ FCC നമുക്ക് പറയാം, ലെസ് ബ്രിട്ടിൽ ദാൻ HCP എന്ന് പറയാം. HCP crystals are the brittle, they appear brittle in nature. Okay. ഞാൻ അടുത്തത് നിങ്ങളെല്ലാവരും ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത് സ്ക്രീനിൽ, നിങ്ങൾ അതൊന്ന് സോൾവ് ചെയ്തേ. ക്വസ്റ്റ്യൻ കാണിക്കുന്നില്ല ഇപ്പൊ, കാണുന്നുണ്ടല്ലായിരിക്കും? എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ, മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവും. ഡിറ്റർമൈൻ ദ മില്ലർ ഇൻഡീസസ് ഓഫ് ഡയറക്ഷൻസ് ABC and D. അല്ലെ, മില്ലർ ഇൻഡീസസ് നമ്മൾ നോക്കിയതാണ്, അതിന്റെ ഡയറക്ഷൻസ് ഇതിൽ നോക്കി രണ്ട് ഫിഗറിലായിട്ട് രണ്ട് ഡയറക്ഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ഫിഗറിൽ A ഡയറക്ഷനും C ഡയറക്ഷനും, സെക്കൻഡ് ഫിഗറിൽ ഏതൊക്കെ ഡയറക്ഷൻ C ഡയറക്ഷനും D ഡയറക്ഷനും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ളത് നോക്കിയാൽ ഈ ഡയറക്ഷന്റെ രണ്ട് പോയിന്റ്സ് അല്ല, അതിന്റെ ടെയിൽ എൻഡിലുള്ളതും അതിന്റെ ഹെഡിലുള്ളതും രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ, അതിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് അതിന്റെ മില്ലർ ഇൻഡീസസ് കണ്ടുപിടിക്കുക. അങ്ങനെയൊന്ന് നോക്കിയാട്ടെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് എന്ത് ചാറ്റ് ബോക്സിൽ ഇടാം കിട്ടിയാല്. ഫസ്റ്റ് വൺ A ആണ്, Aന്റെ എത്രയാണെന്നിടാം, Bന്റെ എത്രയാണെന്നിടാം, Cന്റെ Dന്റെ ഇടാം. അപ്പൊ ആദ്യത്തെ കേസിൽ ഞാൻ ഒന്ന് പറയാം. എന്റെ കേസിൽ നമ്മൾ A എന്നുള്ള ഡയറക്ഷൻ നോക്കിയാലും A എന്നുള്ള ഡയറക്ഷൻ നോക്കിയാൽ ഏതൊക്കെയാണ് പോയിന്റ്സ്? ആ ഡയറക്ഷന്റെ ആ സ്ഥലത്ത് തന്നെ നമ്മൾ ഒറിജിൻ എടുത്തിട്ടില്ല അല്ലെ. ആ ഡയറക്ഷന്റെ ബാക്ക് എൻഡ് നോക്കി 000 ആണ്, അതിന്റെ ഹെഡ് എവിടെയാ ഉള്ളത് 100 ആണല്ലേ, ആ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ഈ പിന്നെ വാല്യൂസ് ഏതെല്ലാം? 100 അല്ലെ. അതായത് ആ പ്ലെയിന്റെ H ഡയറക്ഷനിലേക്ക് 1 യൂണിറ്റ് ശരിയല്ലേ ഉണ്ട് ആ ഡയറക്ഷൻ, പക്ഷെ Z ഡയറക്ഷനിലേക്ക് ഇല്ല അല്ലെ, അവിടെ 0 ആണ്. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഈ രണ്ട് ഈ കോർഡിനേറ്റ്സ് നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് ഈ ടെയിൽ പോയിന്റ്സും അതുപോലെ തന്നെ ഈ ഇവിടെയുള്ള ഹെഡ് പോയിന്റ്സും സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. അപ്പൊ 100 മൈനസ് 000 ഒക്കെ നമുക്ക് എന്ത് കിട്ടും? 100 എന്ന് കിട്ടും. അപ്പൊ 100 പറഞ്ഞ ഫ്രാക്ഷൻ ഒന്നും ഇല്ല. അപ്പൊ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണല്ലോ നമ്മള്. അപ്പൊ ഫ്രാക്ഷൻ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്താൽ മില്ലർ ഇൻഡീസസ് ഡയറക്ഷൻ നമ്മൾ എങ്ങനെ ചെയ്തില് ഏത് ബ്രാക്കറ്റാ കൊടുക്കുക? സ്ക്വയർ ബ്രാക്കറ്റാ റൗണ്ട് ബ്രാക്കറ്റോ? ഡയറക്ഷന്റെ നമ്മൾ കൊടുക്കല് റൗണ്ട് ആണോ? സ്ക്വയർ ബ്രാക്കറ്റ് ആണ് നമ്മൾ ഡയറക്ഷന്റെ കൊടുക്കല്. പ്ലെയിനിന്റെ കേസിൽ നമ്മൾ റൗണ്ട് ബ്രാക്കറ്റ് കൊടുക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഏതാണ്? 100 ആണ് ആദ്യത്തെ A എന്ന് കാണിക്കുന്ന ഡയറക്ഷന്റെ മില്ലർ ഇൻഡീസസ്. പിന്നെ സെക്കൻഡ് ബിന്റെ ഡയറക്ഷൻ നോക്കിയേ. ബിന്റെ ഡയറക്ഷൻ നമുക്ക് സിമിലർലി സോൾവ് ചെയ്യാം അല്ലെ. രണ്ട് പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് മില്ലർ ഇൻഡീസസ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ആ കോർഡിനേറ്റ്സ് നമുക്ക് തന്നെ അതിന്റെ ടെയിൽ പോയിന്റും ഹെഡ് പോയിന്റും അതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കുക അല്ലെ. അപ്പൊ 111 ആണ്. 111 മൈനസ് 000 ഒക്കെ നമുക്ക് 111 തന്നെ കിട്ടും. അപ്പൊ ഫൈനലി മില്ലർ ഇൻഡീസസും 111 തന്നെ കിട്ടും. ഓക്കെ, അത് രണ്ട് സിമ്പിൾ ആണ്. മൂന്നാമത്തെ നോക്കി C എടുത്ത് നോക്കിയേ. Cന്റെ വാല്യൂ അവർ തന്നെ നോക്കി ഏതൊക്കെയാണ്? 1/2 10 അല്ലെ, 001 തന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് എടുക്കും. അപ്പൊ എന്താ കിട്ടുന്നത്? 001 മൈനസ് 1/2 10. അപ്പൊ 0 മൈനസ് 1/2 അല്ലെ. ആദ്യത്തെ Hന്റേത് അവിടെ ഇവിടെ മൈനസ് ചെയ്യും, Yന്റേത് മൈനസ് ചെയ്യും, Zന്റെ മൈനസ് ചെയ്യും. അതുകൊണ്ട് 0 മൈനസ് 1/2 കിട്ടും അല്ലെ. ഫസ്റ്റ് കോർഡിനേറ്റ് ആയിട്ട്, ഫസ്റ്റ് ഇന്റർസെപ്റ്റ് ആയിട്ട് 0 മൈനസ് 1/2 പറയുമ്പോൾ മൈനസ് 1/2 ഫസ്റ്റ് വാല്യൂ. 0 മൈനസ് 1 പറയുമ്പോൾ -1 സെക്കൻഡ് വാല്യൂ. 1 മൈനസ് 0 പറയുമ്പോൾ 1 തേർഡ് വാല്യൂ. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ നമുക്കിപ്പോ ഒരു ഫ്രാക്ഷൻ കിട്ടിയത്. അപ്പൊ നമ്മൾ അതിനെ അടുത്ത ഇന്റീജർ ഒക്കെ ആക്കി മാറ്റണം. അതിനെന്ത് ചെയ്യണം? അടുത്ത ഇന്റീജർ ആക്കണമെങ്കിൽ 1/2 ആണ് ഉള്ളത്. അപ്പൊ അടുത്ത ഇന്റീജർ ആക്കാൻ നമ്മൾ പിന്നീട് മൾട്ടിപ്ലൈ ബൈ 2 അല്ലെ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? എത്ര കിട്ടും വാല്യൂ? 2 ഇൻറ്റു മൈനസ് 1/2, 2 ഇൻറ്റു -1, 2 ഇൻറ്റു 1 കിട്ടും അല്ലെ. നമ്മളിപ്പോ നോക്കുന്നത് ഈ Z ആണ്, Zന്റെ കേസിലാണ്. അന്നേരം നമുക്ക് എന്ത് വാല്യൂ കിട്ടും? -1, -2, 2 എന്നുള്ള വാല്യൂ കിട്ടും. അത് മില്ലർ ഇൻഡീസസിൽ എഴുതും. അങ്ങനെ നമ്മൾ എഴുതും bar 1, bar 2,
2 എന്ന രീതിയിലാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് വരച്ചു വെക്കുക. നിങ്ങൾ എന്നിട്ട് ഇതിന്റെ ആൻസർ എനിക്ക് സബ്മിറ്റ് ചെയ്യണം. അത് ഗൂഗിൾ ക്ലാസ് റൂം വഴി ഞാൻ സെയിം ക്വസ്റ്റ്യൻസ് തരും. അപ്പൊ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് കൂടാണ്ട് വേറെ 2 ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോക്കി വെക്കുക. അതിപ്പോ നിങ്ങളുടെ ടൈം എത്ര മണി വരെയാണ്? 11 അല്ലേ? ഇന്ന് എത്ര മണി വരെയാണ് ടൈം? 11 അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നോക്കുക ഈ ക്വസ്റ്റ്യൻസ്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ഡിറ്റർമൈൻ ദ മില്ലർ ഇൻഡിസസ് ഓഫ് ദ ഫോളോയിങ് പ്ലെയിൻസ്. പ്ലെയിൻസ് വന്നിട്ട് അതിന്റെ മില്ലർ ഇൻഡിസസ് സ്പെസിഫൈ ചെയ്യാം. അതിന്റെ ഡയറക്ഷൻ ആയിരുന്നു ഇത് പ്ലെയിൻസ് ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡ്രോ ദ 112 ആൻഡ് 112 പ്ലെയിൻസ് ഇൻ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ, ഇൻ സിമ്പിൾ ക്യൂബിക് സെൽ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഡെൻസിറ്റി ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ നിങ്ങളെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം. നിങ്ങളത് നാളെ ആകുമ്പോഴത്തേക്ക് നിങ്ങളതൊന്ന് സോൾവ് ചെയ്യുക. ഓക്കെ, പിന്നെ ആൻസർ തിരിച്ചയക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് എനിക്ക് അറ്റൻഡൻസ് പറയണം. അറ്റൻഡൻസ് ഞാൻ വിളിക്കാം. ആകാശ് കെ പ്രസന്റ് സർ. അഖിലം അഖിൽ അഖിലെ പ്രസന്റ് പറയണേ. അമിത് കെ ലെഫ്റ്റ് ഏതാ? അനിരുദ്ധ് സുരേഷ്. ഓക്കെ കണ്ടു. അനിരുദ്ധ് സുരേഷ്. കാർത്തിക് കോത്തേരി. മുഹമ്മദ് ലാദിൻ. മുഹമ്മദ് ഷഹസാദ്. പ്രസന്റ്. അസഫ് മുഹമ്മദ് അസഫ്. ഓക്കെ, മുഹമ്മദ് ഫർദീൻ. മുഹമ്മദ് ഫത്തേഹ്. മുഹമ്മദ് സമ. മുഹമ്മദ് സിയാൻ. സർ സിയാൻക്ക് കിട്ടുന്നില്ല, കയറാൻ കഴിയുന്നില്ല. സിയാനില്ല. സിയാൻ ഇന്നലെയും ഉണ്ടായിട്ടുള്ളൂ. സിയാൻ ഇന്നലെ ഉണ്ടായിരുന്നോ? ആപ്പ് കിട്ടുന്നില്ല പറയുന്നത്, ഞാൻ വിളിച്ചിന്. മുഹമ്മദ് സിയാൻ. നിഷാദ്. നിവേദ് കുമാർ. പ്രത്യുഷ, നീ ആദ്യത്തെ കുറച്ച് ക്ലാസ്സിലൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പൊ അത് അതിന്റെ വീഡിയോസ് നോക്കിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല? ഞാൻ തന്ന ലിങ്കിലൂടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല. ഞാനൊരു ലിങ്ക് കണ്ടതിൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റിന്റെ കിൻഡിൽ എഡിഷൻ കിട്ടും. അപ്പൊ കിൻഡിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വരും. മാത്രം അത് വായിക്കാൻ പറ്റും. ഓക്കെ, രാഹുൽ രാജീവ്. തരുൺ രാജീവ്. സൗരാഗ്. സൗരാഗ് അത് സ്ഥിരമാണ്. സൗരാഗിനോട് പറയാം. സൗരാഗ് നേരത്തെ വന്നതുപോലെ എനിക്ക് തോന്നി. സൗരാഗിനോട് പറയാം. സ്ഥിരം ആബ്സെന്റ് ആണ് സൗരാഗ്. ഇതിന്റെ അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. നമ്മൾ ക്ലാസ് നോക്കി നടത്താം. സൗരവ് ശ്രീജിത്ത്. ശ്രീരാഗ് വിജയൻ. വിഷ്ണു എ പി. വിഷ്ണു ആൻ.